ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL രണ്ടാമത്തെ മത്സരമായ നമ്മുടെ ഡൽഹി വേഴ്സസ് PBKS തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും PKBS എന്ന് പറഞ്ഞ് അതാണ് പെട്ടെന്ന് വന്ന്, പക്ഷെ PBKS ആണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. മഹാരാജ യാദവേന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ചണ്ഡീഗർ. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു പിച്ചിനെ പറ്റിയൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഞാനും കേട്ടിട്ടില്ല. ബട്ട് നമ്മൾക്ക് കുറച്ച് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻസി പേര് എന്തുവാ, ഒരു പുതിയൊരു ചെക്കനാണ് വൈസ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻസിനെ ഇതുവരെ ആരും അനൗൺസ് ചെയ്തിട്ടില്ല വൈസ് ക്യാപ്റ്റനായിട്ട്. അല്ല, അവൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടോ. ഞാൻ ഇന്നും കൂടെ നോക്കി വെച്ചതാ. അത് എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള പ്ലെയറാണ്, പക്ഷെ പേര് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുപോയി. അതെന്തായാലും ഈ പേര് വായിക്കുമ്പോൾ, പ്ലെയേഴ്സിൻ്റെ പേര് വായിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ റിവ്യൂസും പ്രഡിക്ഷൻസിലോട്ട് കിടക്കാം. രണ്ടാമത്തെ മത്സരമാണ്. പിച്ച് റിപ്പോർട്ടും കാര്യങ്ങൾ, അതുകൂടാതെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മത്സരം നടക്കുന്നത് 23-ാം തീയതി കൃത്യം 3:30-ക്കാണ് കേട്ടോ മത്സരം നടക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചണ്ഡീഗർ അങ്ങനെ എന്ന സ്ഥലത്താണ്. ഓക്കെ, അവിടെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 3:30-ക്കാണ് ഡീറ്റെയിൽസ് ഒക്കെ. ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങാം. 32 മത്സരമാണ് എഗെയിൻസ്റ്റ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കൂടെ പഞ്ചാബ് കിങ്സ് കളിച്ചിട്ടുള്ളത്. ഇതിൽ 32-ൽ 16 മത്സരങ്ങൾ ഈച്ച് രണ്ട് ടീമും വിന്നായിരിക്കുകയാണ്. അതായത് 16 മത്സരം ഡൽഹിയും 16 മത്സരം പഞ്ചാബുമാണ് വിന്നായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ 23 മത്സരങ്ങളാണ് ഇവിടെ ഡൊമസ്റ്റിക് T20s ആയിട്ട് നടത്തേണ്ടത്. അതായത് ഇൻ്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിൽ 23 മത്സരങ്ങളിൽ ഫസ്റ്റ് ബാറ്റിംഗ് ടീം വിൻ ചെയ്തത് 15 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ടീം വിൻ ചെയ്തത് 8 മത്സരവുമാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ അടുത്തതായിട്ട് ഫസ്റ്റ് ഇന്നിംഗ് സ്കോറാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 148 റൺസാണ്. അതേസമയം സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 116 റൺസുമാണ്. മേ ബി അല്ല, കൂടുതലും ഫസ്റ്റ് ഇന്നിങ്സ് ആണ് ഇവിടെ കൂടുതൽ റൺ വിൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ 148ഉം ആവറേജ് സെക്കൻഡ് ഇന്നിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഹയസ്റ്റ് റൺസ് അടിച്ചിട്ടുള്ളത് നമ്മുടെ ജമ്മു കാശ്മീർ ഓക്കെ, ആ ഒരു ടീമും അരുണാചൽ പ്രദേശിൽ നിന്ന് ഒരു ടീമും ആ ഒരു മത്സരം കളിച്ചതിലാണ് 238 റൺസ് എടുത്തിരിക്കുന്നത്. ലോവസ്റ്റ് സ്കോർ 53 റൺസിന് 10 വിക്കറ്റ്. മേഘാലയ വേഴ്സസ് ഹരിയാന ടീം. ഇത് IPL ആണ്, അത് വേറെ കാര്യം. അപ്പോൾ അതാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗ് ടീമാണ് വിൻ ചെയ്യുന്നത്. പേസ് ബോളേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഏകദേശം ഒരു 160 റൺസ് വരെ മാക്സിമം പോകത്തുള്ളൂ എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മേ ബി അതിലും കൂടുതൽ പോവുമായിരിക്കാം, ബട്ട് ഇറ്റ്സ് മൈ എക്സ്പെക്റ്റേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, പിന്നെ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിച്ചിനെ പറ്റി ഒരുപാട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, പ്ലെയേഴ്സിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് അപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയിട്ട്, നല്ല കിടിലിന് ആപ്ലിക്കേഷനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെന്തുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് ഈ ഒരു ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് കുബേര ഫാൻറ്റസി എന്നാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഞാൻ ഒന്നെടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് കോൺടെസ്റ്റുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഡ്രീം 11 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് 1000 കിട്ടണമെങ്കിൽ അവിടെ 299 രൂപ കൊടുക്കണം. അതേസമയം ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപ കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രീം 11 ഒരു 40 മത്സരം കളിക്കുകയാണ്. 40 വേണ്ട, 20 എന്ന് വെച്ചോ. 20 × 40 എത്രയാണ്? ജസ്റ്റ് ഒന്ന് കണക്കാക്കി നോക്കി. 800 രൂപ നിങ്ങൾക്ക് വെറുതെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, കുബേര ഫാൻറ്റസി ട്രൈ ചെയ്യൂ. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഈ 40 മത്സരം കളിച്ചു, നമ്മുടെ കുബേര കളിച്ചു, 40-ൽ 40 വിന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ അല്ലേ? അപ്പോൾ അങ്ങനെ കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. മേ ബി ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആവും. അതുകൂടാതെ അധികം റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻസ്. അതിലിങ്ങനെ ഒരുപാട് കോൺടെസ്റ്റ് എൻട്രി ഫീസ് കമ്മിയായിട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യുവോ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 5 പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ
ഒരു 29 രൂപ കൊടുത്തു. ഫസ്റ്റ് പ്രൈസ് 50 രൂപ കിട്ടും. ഇതിലിപ്പോൾ ഗെയ്ക്വാഡാണോ വിരാട് കോഹ്ലിയാണോ ഏറ്റവും കൂടുതൽ നന്നായി കളിക്കുക? അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബാറ്റിംഗ് വന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ എക്സാമ്പിളിന് വിരാട് കോഹ്ലി നന്നായി കളിക്കുന്നതെന്ന് വിചാരിക്കൂ. അപ്പോൾ വിരാട് കോഹ്ലിയെ നമ്മൾ പിക്ക് ചെയ്തു, നമ്മുടെ ഓപ്പോണൻറ്റ് ഗെയ്ക്വാഡിനെ പിക്ക് ചെയ്തു. നമ്മൾ പിക്ക് ചെയ്ത വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത്. ഈസി ആയിട്ട് നിങ്ങൾ വിന്നാവും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ടോപ്പിക്കാണ്. 10ഉം 11ഉം പ്ലേയേഴ്സിനെയൊക്കെ വലിച്ചു വാരിയിട്ട് നമ്മുടെ മൈൻഡ് ടെൻഷൻ ആക്കണതിനെക്കാട്ടിലും ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. 7,000 കൊടുത്താൽ 15,000, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് കളിക്കാം. 50 രൂപ വെച്ചൊക്കെ തുടങ്ങുന്നുണ്ട്, 50 അല്ല 26 വെച്ച് തുടങ്ങുന്നുണ്ട്. അടുത്തായിട്ട് പറഞ്ഞു തരാനുള്ള വിഷനിലോ എന്ന് പറഞ്ഞൊരു കിടിലൻ കോൺടെസ്റ്റിനെ പറ്റിയാണ്. കോൺടെസ്റ്റ് അല്ല, ഇതിലൊരു കിടിലൻ കോൺടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മത്സരം നടക്കുക, CSK വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത് കളിക്കണം എന്ന് പറയുന്നത്. നോക്കി 1,00,000 അല്ലല്ലോ, 1,50,000 തന്നെയല്ലേ? അല്ല, 50 ലക്ഷം അല്ലേ? 5 ലക്ഷമാണോ? 5 ലക്ഷം ആകുമ്പോൾ 15,000, 15 ലക്ഷം അല്ലേ? സോറി. ഈ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് വെറുതെ കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 8 ലക്ഷം പേരിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും. ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിന്നാകാൻ പറ്റണം. 3 കോടിയുടെ കോൺടെസ്റ്റൊക്കെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഫീസ് കമ്മിയായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോക്കിയോ, 4 രൂപ തൊട്ട് എൻട്രി ഫീസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 56,000 രൂപ വരെ നമുക്ക് കൊടുക്കാനും 56,000 രൂപയുടെ വലിയ H2 വരെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയത് ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കുകയും ചെയ്യാം, വിന്നാവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വിഷനിലൻ ആപ്ലിക്കേഷൻ. ഇത് കൂടാതെ വേറൊരു കിടിലൻ ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്പോർട്ടസ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുമ്പോൾ ഇവർ ഒരുപാട് ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അതുപോലെ തന്നെ 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ മെയിൻ ഹൈലൈറ്റ്. 1 റുപ്പീസിന് ഒരു കോൺടെസ്റ്റ്, അത് എവിടെയില്ല. നമ്മുടെ ഡ്രീം ലെവൽ സ്പോർട്ടസിലുണ്ട്, ഡ്രീം ലെവലിലും കൂടി ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ പോപ്പ് വിൻഡോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് എപ്പോഴും എനിക്ക് അല്ലെങ്കിലും ഇങ്ങനെ തന്നെ. ഈ പോപ്പ് വിൻഡോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുബേര ഡുവോ ഉണ്ടല്ലോ, 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക്. ആ ഒരു സെയിം സംഭവമാണ് നിങ്ങൾക്ക് ഇവിടെ 56,000 രൂപ വെച്ച് കളിക്കാം കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ച് നിങ്ങൾക്ക് ഇവിടെ കളിക്കാം. ചെറിയ എൻട്രി ഫീസ് ഉള്ളതുകൊണ്ട് 12 രൂപ തൊട്ടൊക്കെ ഉള്ളത്. ഇതിൽ മിഡിൽ എത്ര രൂപയാണെങ്കിലും നിങ്ങൾക്ക് നോക്കി കൊടുത്ത് കളിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് തോന്നിയതൊക്കെ എടുത്ത് കളിക്കാം. ഞാൻ മെയിൻലി കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് കുബേര, സ്പോർട്ടസി, വിഷൻ11. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, അല്ലാത്ത പക്ഷം ഡിലീറ്റ് ചെയ്തോളൂ. അത് നിങ്ങളുടെ ചോയ്സാണ്, ഞാൻ നിർബന്ധിക്കുമെന്നല്ല. ബട്ട് ഇങ്ങനെയും നല്ല ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പിച്ചിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സും ഒരു പ്രിവ്യൂ ടീമും ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പഞ്ചാബ് കിങ്സിൽ നോക്കുകയാണെങ്കിൽ ശിഖർ ധവാൻ, അതുപോലെ തന്നെ പ്രബി സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ ലിയാം ലിവിൻസ്റ്റൺ, സിക്കന്ദർ രാസ, ജിതീഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, അതുപോലെ ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹാർ, അതുപോലെ തന്നെ നാഥൻ ലീഗ്സ്, ഹർഷദീപ് സിംഗ്. ഇത്രയും പേരാണുള്ളത്. അതേസമയം നമ്മുടെ ഡൽഹിയിൽ നോക്കുന്ന സമയത്ത് വാർണർ, ഫിലിപ്പ് സാൾട്ട്, അതുപോലെ തന്നെ മിച്ചൽ മാർഷൽ, പ്രിയാം ഗാർഗ്, അതുപോലെ തന്നെ മനീഷ് പാണ്ഡെ, അസ്തർ പട്ടേൽ, ലളിത് യാദവ്, അമാൻ ഖാൻ, അതുപോലെ തന്നെ റിപ്പൽ പട്ടേൽ, കുൽദീപ് യാദവ്, അതുപോലെ തന്നെ നോർട്ടേജ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ എല്ലാവരും കളിക്കും എന്നൊക്കെ വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ ഡ്രീം 11 ആണെങ്കിൽ നമ്മളെ കൊണ്ട് കളിക്ക് പറഞ്ഞിട്ട് വേണ്ടാത്ത കോൺടെസ്റ്റും വേണ്ടാത്ത ഓഫേഴ്സൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും ചാടി കയറി വീഴാതെ നിങ്ങൾ ആലോചിച്ച് ടീം എടുത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മെഗാ കോൺടെസ്റ്റൊക്കെ കമ്മിങ് സോണാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പന്താണ് ക്യാപ്റ്റൻസി, പന്തിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് വാർണർ, നമ്മുടെ ധവാൻ, പിന്നെ അതുകൂടാതെ നമ്മുടെ മിച്ചൽ മാർഷ്, സാം കറൻ, അസ്തർ പട്ടേൽ, ലിവിൻസൺ, കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ്, അതുപോലെ തന്നെ റബാഡ. ഇവരൊക്കെ നല്ല ഓപ്ഷനാണ്. നോർട്ടേജ് നല്ലൊരു ഓപ്ഷനാണ്. നോർട്ടേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടീം നോക്കുന്ന സമയത്ത്
ബാറ്റിംഗ് കുറച്ച് വീക്കല്ല, ഓക്കെയാണ്. ഇരു ടീമും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് ക്യാപ്റ്റൻ വീസി ഒരുപാട് പേര് മിച്ചൽ മാർഷിനെ കൊടുക്കുന്നത്. അതൊരു സേഫ് ഓപ്ഷൻ ആയിരിക്കും, ബിക്കോസ് ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് എന്നുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ പുള്ളിയാണ് ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ആരാണോ തോന്നുന്നത് അവർക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഡൽഹിയിൽ ക്യാപ്റ്റൻസി കൊടുത്തത്. വൈസ് ക്യാപ്റ്റൻസി നമ്മൾ എന്തായാലും പഞ്ചാബിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ സാം കറനെയാണ് കൊടുത്തിരിക്കുന്നത്. ഡുവൽ അഡ്വാൻറ്റേജുള്ള പ്ലെയേഴ്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇപ്പോൾ അദ്ദേഹം ബാറ്റിങ്ങിൽ പെട്ടെന്ന് ഔട്ടായി വെച്ചാൽ അദ്ദേഹം ബോളിങ്ങിലാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ടീം ഒന്ന് നോക്കാം, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ വാർണർ, അതുപോലെ തന്നെ ശിഖർ ധവാൻ, അതുപോലെ മിച്ചൽ മാർഷ്, അസ്തർ പട്ടേൽ, ഇയാൻ ലിവിൻസ്റ്റൺ, സാം കറൻ, അതുപോലെ കുൽദീപ് യാദവ്, റബാഡ, ആർജിത് നോർട്ടേജ്, എന്താ പേര് വിട്ടുപോയി, ഹർഷദീപ് സിംഗ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.